വാർത്തകൾ തുടരുന്നു. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ശബരിമലയിൽ നിന്ന് മകരവിളക്ക് മഹോത്സവം ഉച്ചയ്ക്ക് 2:50 മകരസംക്രമ പൂജകൾക്ക് തുടക്കമാകും. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി വൈകിട്ട് 6:40 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാം. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനമുള്ളത്. എന്തായാലും മകരവിളക്ക് ദർശിക്കാനായി വലിയ തിരക്കെല്ലാം തന്നെ ഉണ്ട് എന്നതാണ് കാണേണ്ടത്. ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി കാത്തു നിൽക്കുന്നതാണ് കാണേണ്ട കാര്യം. വൈകിട്ട് 2:50 കൂടി തന്നെ നട തുറക്കും. 3 മണിക്ക് ശേഷം മകരസംക്രമ പൂജയ്ക്ക് തുടക്കമാകും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 5:30 ശരംകുത്തിയിലെത്തും. തുടർന്ന് പിന്നാലെ കൊടുമരച്ചൂട്ടിൽ സ്വീകരിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കും. തുടർന്ന് മേൽശാന്തി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. 6:30 നടയടിച്ച ശേഷം തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാം. രാവിലെ 10 മുതൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും 11 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ വിടില്ല. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് അടക്കമുള്ള ഭാഗമായാണ് ഈ നടപടി ഉള്ളത്. മുൻകൂട്ടി പാസ് ലഭിച്ചവർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. കൂടാതെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമേ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. നേരത്തെ തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ അറിയിച്ചിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തിരുമുറ്റത്തും ഫ്ലൈ ഓവറുകളിലും ദർശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്ക് മാത്രമാകും പ്രവേശനമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ മകരജ്യോതി ദർശിച്ച് മടങ്ങുന്നവർ അവർ വലിയ തിരക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും മടങ്ങാനുള്ള സൗകര്യം ഒരുക്കി തരും. ആവശ്യത്തിന് KSRTC ബസ്സുകളടക്കം പമ്പയിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും K ജയകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വലിയ ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സഹസ്രങ്ങൾ ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് മകരജ്യോതി ദർശനത്തിനായി. എന്തായാലും മകരവിളക്ക് മഹോത്സവം ഇന്ന് നടക്കുമ്പോൾ ഭക്തജനങ്ങളും വലിയ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും 6:30 നടയടിച്ച് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇന്ന് വൈകിട്ട്, അതായത് ഉച്ചയ്ക്ക് ശേഷം 2:45 നട തുറക്കുക. 3 മണിക്ക് ശേഷം മകരസംക്രമ പൂജയ്ക്ക് തുടക്കമാകും. തിരുവാഭരണ ഘോഷയാത്ര 5:30 ശരംകുത്തിയിലെത്തും. തുടർന്ന് 6:15 കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തിരുവാഭരണം സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. തുടർന്നാണ് ദീപാരാധന നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാം. എന്തായാലും വലിയ തിരക്കെല്ലാം തന്നെ ഉണ്ട്. കൂടാതെ വലിയ ക്രമീകരണങ്ങളെല്ലാം തന്നെ മകരവിളക്ക് ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനം. ഇനി മണിക്കൂറുകൾക്കായുള്ള കാത്തിരിപ്പാണ് മകരജ്യോതി ദർശിക്കാൻ. ശരി, വ്യക്തമാണ്. ശബരിമലയിൽ ഇന്നാണ് മകരവിളക്ക് മഹോത്സവം. ഉച്ചയ്ക്ക് 2:50 മകരസംക്രാന്തി പൂജകൾക്കൊക്കെ തുടക്കമാവുക. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി വൈകിട്ട് 6:40 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിലൊക്കെ മകരജ്യോതി ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ്